അനന്തൻ അന്നും ഇന്നും പ്രണയിച്ചത് നിന്നെയാണ് ഭദ്രേ. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും വെങ്ങിക്കരയുമ്പോൾ ഒരു നിമിഷം അവൻ്റെ വാക്കുകളുടെ ചുഴിയിൽ അകപ്പെട്ട് നിന്നുപോയി. ഞെട്ടലോടെ വിശ്വസിക്കാനാവാതെ അവനെ ഉറ്റുനോക്കിയവൾ. എന്താ പറഞ്ഞേ? ശ്വാസത്തോളം നേർത്തുപോയ ചോദ്യം. താൻ കേട്ടത് തെറ്റോ എന്ന് പോലും ചിന്തിച്ചു പോയവൾ കണ്ണുനീരിനാൽ കുതിർന്നു പോയ കുഞ്ഞു മുഖത്തേക്ക് ഉറ്റുനോക്കിയ അനന്തൻ. മിഴികളിൽ കൗതുകവും ഭയവും അത്ഭുതവും നിറച്ചു നോക്കുന്നവൾ അനന്തൻ്റെ ഹൃദയം ആർദ്രമായി. പറ നന്ദേട്ടാ. നന്ദൻ്റെ ഷട്ടിലായി പിടിമുറുക്കിയവൾ എന്തിനെന്ന് പോലും അറിയാതെ അവൻ്റെ മിഴികളും നിറഞ്ഞു. സത്യമാണ് ഭദ്രേ, ആദ്യമായും അവസാനമായും എൻ്റെ ഹൃദയം കീഴടക്കിയവളാണ് നീ, എൻ്റെ പ്രണയം, പ്രാണൻ. കള്ളം കള്ളം പറയില്ല നന്ദേട്ടാ. വെറുതെ പോലും എനിക്ക് സങ്കടം കൊണ്ട് വിങ്ങിപ്പോയവൾ. അത്രയും തകർന്ന അവസ്ഥയിൽ ഒരിക്കലേ താൻ അവളെ കണ്ടിട്ടുള്ളൂ. അന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ അകന്ന് നിൽക്കേണ്ടി വന്നതാണ്. എന്നാലിപ്പോൾ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളെ ഇറുകെ പുണർന്നുകൊണ്ട് ആ മുഖം ഒന്നാകെ ഭ്രാന്തമായി ചുണ്ടു ചേർത്തവൻ വെറുതെ പോലും അകലാൻ ആഗ്രഹിക്കാതെ അവനിലേക്ക് ചേർന്ന് നിന്നതേയുള്ളൂ. ഭദ്ര, എൻ്റെ ഭദ്രയാണ് സത്യം. നീയില്ലാതെ ഒരാളും എന്നിലുണ്ടായിട്ടില്ല. നെറുകയിൽ ഉതിർന്ന് വീഴുന്ന ചുംബനങ്ങൾക്കൊപ്പമുള്ള വാക്കുകൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലെ മുഖം അമർത്തി വെച്ചവൾ ഏറെ നേരം ഒരു വാക്ക് പോലും പരസ്പരം പറയാനില്ലാതെ പെണ്ണിൻ്റെ കരച്ചിൽ മാറുവോളം അവളെ പൊതിഞ്ഞു പിടിച്ച് തലോടിക്കൊണ്ടിരുന്നവൻ. നീ ഇത് എന്തൊക്കെയാ മോളെ പറയുന്നേ? ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുട്ടിക്കളിയാണോ? മുന്നിലിരുന്ന് കരയുന്നവളോടെ കുറിച്ച് അമർഷത്തോടെ തന്നെ എബ്രഹാം ചോദിക്കുമ്പോൾ ഭാര്യ സെലിനും അതേ ഭാവത്തോടെ അവളെ നോക്കി. ദിയ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലെന്നുണ്ടോ? പപ്പ, ഞാൻ ഒരിക്കൽ ഒത്തിരി ബുദ്ധിമുട്ടിയ നിന്റെ പപ്പ അവനെ നിനക്ക് നേടിത്തന്നത്. അതും ചത്ത് കളയുമെന്നുള്ള എൻ്റെ മോളുടെ വാശി കാരണം. എന്നിട്ടിപ്പോൾ വർഷം 3 തികഞ്ഞില്ലേ? അപ്പോഴേക്കും ഡിവോഴ്സ് എന്ന് പറഞ്ഞു വന്നാൽ കഴിഞ്ഞോ നിന്റെ ദിവ്യ പ്രണയം? ദേഷ്യത്തോടെ അയാൾ വീണ്ടും ചോദിക്കുമ്പോൾ ഒരു വാക്ക് പോലും പറയാനാവാതെ മുഖമമർത്തി കരഞ്ഞവൾ. മാളിയേക്കാട് ആസ്തി എത്രയെന്ന് നിനക്കറിയോ ദിയ? അവിടെ വേറെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൽഫിയാണ് എല്ലാത്തിനെയും ഏക അവകാശി. ഇതൊക്കെ മനസ്സിൽ കണ്ടു തന്നെയാ നീ ആൽഫിയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞങ്ങളും കൂടെ നിന്നത്. സെലിനും തൻ്റെ മകളെ നോക്കി രോക്ഷത്തോടെ പറയുമ്പോൾ എതിർത്തൊരു വാക്ക് പോലും പറയാനില്ലാതെ നിശബ്ദയായി ദിയ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നാളെ തന്നെ നീ റെഡിയായി നിൽക്ക്. ഇനി നീ മാളിയേക്കൽ തന്നെ നിന്നാൽ മതി. പപ്പാ, അത് ആൽവിച്ചൻ. അതൊന്നും എനിക്കറിയണ്ട. എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല. ആൽഫിയെ നീ നിന്റെ വഴിക്ക് കൊണ്ടുവന്നേ പറ്റും. നിനക്ക് വേണ്ടിയാ ആ പെണ്ണിനെ പോലും ഞാൻ. അതൊന്നും മറന്ന് എൻ്റെ മുള പ്രവർത്തിക്കരുത്. തെല്ലൊരു ഭീഷണിയുടെ സ്വരത്തിൽ എബ്രഹാം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ വിളറി വെളുത്ത മുഖത്തോടെ തൻ്റെ മമ്മയെ നോക്കിയവൾ. പപ്പ പറഞ്ഞത് അനുസരിക്കാൻ നോക്കുമ്പോൾ ആൽഫിയെ നിനക്ക് തന്നെ കിട്ടാൻ വേണ്ടി പപ്പ എന്തുമാത്രം കഷ്ടപ്പെട്ടു. എല്ലാം നിന്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയല്ലേ? ഇനിയുള്ള നിന്റെ നിലനിൽപ്പും അതും നിന്റെ മിടുക്ക് പോലെയാ. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് കൊമ്പനെയും മുട്ടുകുത്തിക്കാം. ആൽവിച്ചാൻ ഇപ്പോഴും അവളുടെ ഓർമ്മയിലാണ് മമ്മ ജീവിക്കുന്നത്. അത് നിന്റെ കഴിവുകേട്. ഇന്നത്തെ കാലത്ത് കെട്ടിയൊരു കൊച്ചുളവന്മാർ വരെ ഒരു പെണ്ണെന്ന് ചിരിച്ചു കാണിച്ചാൽ കുടുംബം പോലും മറന്ന് അവൾക്ക് പുറകെ പോകുന്നു. അപ്പോഴാണോ ഒരു ദിവ്യ പ്രണയം? അവനെ നീ നിന്റെ വരുതിയിൽ കൊണ്ടുവരാൻ നോക്കുമോളെ. പെണ്ണിൻ്റെ ചൂടറിയുമ്പോൾ മറക്കാത്ത പ്രണയമൊന്നും ആർക്കും ഉണ്ടാവില്ല. തീർത്തും കൗശലത്തോടെ മകളെ ഉപദേശിക്കുമ്പോൾ മാളിക്കൽ വീടിൻ്റെ സ്വത്തുക്കളും ആസ്തിയും മാത്രമായിരുന്നു അവരുടെ ദുഷ്ട മനസ്സിൽ. മമ്മയുടെ വിഷം പുരണ്ട വാക്കുകൾ ദിയുടെ ഉള്ളിലും കയറി പടർന്നു കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും അത്ര എളുപ്പം തോറ്റു കൊടുക്കാനുള്ള മനസ്സ് അവൾക്കുമില്ല. അതിനല്ല ഇത്രയും കഷ്ടപ്പെട്ട് അവൻ്റെ മിന്നെ നേടിയെടുത്തതും. നന്ദേട്ടാ, നന്ദേട്ടാ പറയടി. തൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കിയവളെ വീണ്ടും പിടിച്ച് നെഞ്ചിലേക്ക് തന്നെ അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞവൻ. എന്തോ ഒരു സുഖമുണ്ട് ആ കുഞ്ഞുമുഖം നെഞ്ചിലായി ഇങ്ങനെ അമർന്ന് കിടക്കുമ്പോൾ. ഒരു ചിരിയോടെ അവളുടെ നെറുകയിൽ മുത്തിയവൻ. എന്നെ എവിടുന്നാ കണ്ടേ? എപ്പോഴാ ഇഷ്ടായേ? എന്നിട്ടെന്താ എന്നോടൊന്നും പറയാതിരുന്നേ? ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചവൾ. അത്ര നേരം ഒരു ചിരിയോടെ അവളെ പുടർന്ന് കിടന്നവൻ ഒരു നിമിഷം നിശ്ചലമായി. അവൾക്ക് എന്ത് മറുപടി നൽകണമെന്നറിയാതെ മൗനമായി നിന്നു പോയവൻ. പറയുന്നേ, എനിക്കതൊന്നും ഓർമ്മയില്ല. ഒരു ആക്സിഡൻ്റ് ഉണ്ടായിന്ന് അപ്പ പറഞ്ഞു. അതിലാണ് ആ വർഷങ്ങളൊന്നും ഓർമ്മയില്ലാതെ കാര്യമായി തന്നെ പറഞ്ഞുകൊണ്ട് പെണ്ണ് മുഖമുയർത്തി അവനെ നോക്കി. നന്ദേട്ടാ. ആ. പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയവൻ. ഭദ്ര ഒരു സംശയത്തോടെ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്താലോചിക്കുക? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ ഒരു ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറുകെ പുണർന്നവൻ. പറയൂലേ? മിഴികളിൽ വിടർത്തി ചോദിക്കുമ്പോൾ നന്ദൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി.
നേർത്തൊരു പുഞ്ചിരി അവയിൽ തെളിഞ്ഞു. നിന്റെ കോളേജിൽ വെച്ചാ ഞാൻ ആദ്യമായി നിന്നെ കാണുന്നത്. ഒരു ഇനാഗ്രേഷന് വന്നതായിരുന്നു ഞാൻ. എന്നിട്ടെന്താ? അത്രയും പേർക്കിടയിൽ ഞാൻ ഈ ഉണ്ടക്കണ്ണിയെ മാത്രമേ കണ്ടുള്ളൂ. നുണക്കുഴി കാണിച്ച് ചിരിച്ചുകൊണ്ട് കൂട്ടുകാരിയോട് കളി പറയുന്നവൾ. ഒരു നിമിഷം മറ്റൊന്നും ഉള്ളിലില്ലാതെ ശൂന്യമായ അവസ്ഥ. ഈ കുഞ്ഞുമുഖം എൻ്റെ നെഞ്ചിലങ്ങ് തറഞ്ഞു കയറിപ്പോയി. ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഭദ്രയും അത്ഭുതത്തോടെ അവനെ കേൾക്കാനായി കാത്തിരുന്നു. പിന്നെ എന്നും എപ്പോഴും ഈ മുഖം മാത്രമായിരുന്നു എനിക്കുള്ളിൽ. എല്ലാം മറന്ന് നിനക്ക് പുറകെ ഒരു നിഴൽ പോലെ. IPSകാരനും പുറകെ നടക്കാവോ? പെണ്ണ് കാര്യമായി ചോദിക്കുമ്പോൾ കണ്ണ് കൂർപ്പിച്ച് അവളെ ഇന്ന് നോക്കിയവൻ. IPSകാരൻ നടക്കില്ല, പക്ഷേ അനന്തൻ എന്നാ ഞാൻ നടക്കും എൻ്റെ ഭദ്രയ്ക്ക് പുറകെ. പെണ്ണിൻ്റെ കവളിൽ പതിയെ കടിച്ചു നോവിച്ചവൻ. എന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നോ നന്ദേട്ടൻ? വീണ്ടും അവൾ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ പുഞ്ചിരി പാടെ മാഞ്ഞു. വിരലുകൾ ഭദ്രയിൽ അറിയാതെ മുറുകി. നന്ദേട്ടാ, പറഞ്ഞില്ല. പറയാൻ ആഗ്രഹിച്ചു വന്നപ്പോഴാ എനിക്ക് ആക്സിഡൻറ്റ് ഏതോ ഓർമ്മയിൽ എന്നതുപോലെ പറയുമ്പോൾ ഭദ്രവനെ ഇറക്കെ പൊടാർന്നു ആ കഴുത്തിലെ ഈ മുഖം ചേർത്ത് വെച്ചു. നിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഭദ്രേ. ഉള്ളിലെ പ്രണയം പറയാനാവാതെ നീ അടുത്ത് വരുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം സ്വയം നിയന്ത്രിക്കുമായിരുന്നു ഞാൻ. നിന്നെ നോക്കുന്ന എൻ്റെ കണ്ണിലെ പ്രണയം നീ അറിയാതെ ഇരിക്കാൻ. വാക്കുകൾ ഇടറി പറയുന്നവൻ ഭദ്രയുടെ ഉള്ളവും നീറിക്കൊണ്ടിരുന്നു. മതി, എല്ലാം കഴിഞ്ഞില്ലേ? ഇന്നും ഈ അനന്തൻ്റെ സ്വന്തമല്ലേ ഭദ്ര? അനന്തൻ്റെ മാത്രം. പതിയെ പറഞ്ഞിട്ട് ആ നെറുകയിൽ ചുണ്ടു ചേർത്ത് വെച്ചവൾ ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. എല്ലാം പറയാൻ എനിക്കാവില്ല പെണ്ണേ, അതിനുള്ള മനസ്സെനിക്കില്ല. ഈ ഒരു കാര്യത്തിൽ സ്വാർത്ഥനാണ് ഞാൻ. വെറുതെ ഒരു വാക്കുകൊണ്ടായാൽ പോലും നീ മറ്റൊരാളെ പ്രണയിച്ചിരുന്നു എന്ന് പറയാൻ എനിക്ക് വയ്യ. നീ പറഞ്ഞതുപോലെ ആനന്ദൻ്റെയാ നീ, ആനന്ദൻ്റെ മാത്രം. മനസ്സിലായി പറഞ്ഞുകൊണ്ട് അവളെ ഇറുക്കെ പുണർന്നവൻ. വേദന മാത്രം നൽകിയ ആ ഓർമ്മകൾ അവളിലേക്ക് പകർന്നു നൽകാത്തതാണ് നല്ലത്. ഇനിയും വേദനിക്കാം എന്നതല്ലാതെ മറ്റൊന്നും അവയ്ക്ക് നൽകാനാവുകയുമില്ല. കണ്ണ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ തോന്നി ഭദ്രയ്ക്ക്. തലേന്ന് മുഴുവനും കരഞ്ഞു വിളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. മുഖം ചുളിച്ചുകൊണ്ട് അടുത്ത് കിടക്കുന്നവനെ നെഞ്ചിൽ മുഖമിട്ട് ഉരച്ചവൾ. കണ്ണു തുറന്ന് ഒരു ചിരിയോടെ അവളെ നോക്കി കിടക്കുന്നവൻ്റെ ഉള്ളവും പെണ്ണിൻ്റെ ആ പ്രവൃത്തിയിൽ ഒന്ന് വിറച്ചു. ഭദ്രേ വയ്യേ? ഇല്ലെന്ന് പതിയെ മൂളിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചവൾ. നന്ദനൊരു പിടച്ചിലോടെ അവളെ അടക്കി പിടിച്ചു. പെണ്ണുറക്കത്തിൽ ചെയ്യുന്നതാണെങ്കിൽ പോലും വിറയിൽ മുഴുവനും അവനാണ്. മെഴികൾ ഇറക്കി അടച്ചു കളഞ്ഞവൻ. കഴുത്തിലായി പതിക്കുന്ന അവളുടെ നിശ്വാസച്ചൂടിൽ ശരീരം ഒന്നാകെ കുളിർന്നു പോകുന്നു. അതിനൊപ്പം തന്നെ വിയർപ്പ് പൊടിയുന്നു. തീർത്തും വിചിത്രമായൊരു അവസ്ഥ. ഇതിങ്ങനെ പിടയ്ക്കുന്നത് എന്തിനാ നന്ദേട്ടാ? നന്ദൻ്റെ കൈക്കുള്ളിൽ നിന്നും ഉയർന്നുകൊണ്ട് പതിയെ ആ കാതരം മുത്തിക്കൊണ്ട് ചോദിച്ചവൾ. ഒന്ന് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ ഇറുക്കെ പുണർന്നവൻ. ഏതോ മാത്രയിൽ അവൻ്റെ ഹൃദയത്താളം ഉയർന്നു പോയ നിമിഷം കണ്ണ് തുറന്നതാണവൾ. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ ഭദ്രയുടെ ഉടലും ഒന്ന് വിറച്ചുപോയി. കിതയ്ക്കുന്നുണ്ടായിരുന്നു നന്ദൻ. നിയന്ത്രിക്കാനാവാത്ത വിധം എന്തൊക്കെയോ മോഹങ്ങൾ ഉണ്ടുള്ളിൽ. അവനെ അറിയെ ആ മനസ്സിലെ മോഹങ്ങൾ അറിയെ തിരികെ അവനെയും ചിരിയോടെ പുണർന്നവൾ. ഏറെ നേരം അങ്ങനെ കിടന്നുപോയി. ഇരുവരുടെയും ഹൃദയമിടിപ്പും നിശ്വാസങ്ങൾ മാത്രം ഉയർന്നു കേട്ടു. എന്തിനെന്ന് അറിയാത്തൊരു മൗനം. പക്ഷേ ഈ മൗനത്തിനും വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. മത്തു പിടിപ്പിക്കുന്ന പോലെ. മാറിയോ എൻ്റെ പെണ്ണിൻ്റെ സങ്കടങ്ങളെല്ലാം? പതിയെ നേർത്തൊരു ചോദ്യം. അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ബെഡിൻ്റെ ക്രാസിലേക്ക് എഴുന്നേറ്റ് ചാരിയിരുന്നവൾ. അടുത്ത നിമിഷം പെണ്ണിൻ്റെ മടിയിലേക്കായി കിടന്നുകൊണ്ട് കുഞ്ഞു വയറിലായി മുഖം പൂഴ്ത്തി വെച്ചവൻ. ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പിടിച്ചു വെച്ചവൾ. പക്ഷെ കാര്യമൊന്നുമില്ല. ആ മുഖം അത്രയും ചേർത്ത് വെച്ചിരിപ്പാണ്. ഭദ്രയുടെ ശ്വാസം ഒന്നയഞ്ഞു. രണ്ടുപേരുടെയും ചുണ്ടുകൾ മനോഹരമായി വിടർന്നു. പറയടി, കള്ളച്ചീരിയുടെ മുഖം ഉയർത്തി വീണ്ടും ചോദിച്ചവൻ. ഭദ്രയുടെ മിഴികൾ അത്രയും ഭംഗിയായി ഒന്ന് തിളങ്ങി. ഇപ്പോഴും കുഞ്ഞൊരു സങ്കടം ബാക്കിയാണ്. നേരത്തെ ഒരു ചിരിയുടെ ഭദ്രയത് പറയുമ്പോൾ സംശയത്തോടെ നന്ദൻ്റെ മിഴികൾ ഒന്ന് കുറുകി. നമുക്ക് വിവാഹത്തിന് മുന്നേ പ്രണയിക്കാൻ കഴിയാതെ പോയില്ലേ? കുഞ്ഞൊരു സങ്കടത്തോടെ അവൾ വീണ്ടും പറയുമ്പോൾ നന്ദൻ്റെ മുഖമൊന്ന് മങ്ങി. ഇതുപോലുള്ള അവളുടെ പരിഭവങ്ങൾക്ക് അവനിൽ ഉത്തരമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ എന്തു മറുപടി നൽകണം എന്നറിയാത്ത പോലെ. എങ്കിലും സാരില്ലെന്നേ, ഇപ്പോൾ പ്രണയിക്കുമല്ലേ ആനന്ദനും ഭദ്രയും? വാടിപ്പോയ ആ മുഖം കാണി പതിയെ അത്രയും നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ച് അവൻ്റെ നെറുകയിലായി ചുണ്ടുകൾ ചേർത്ത് വെച്ച് ചുംബിച്ചവൾ. അത്ര നേരം അവനിലുണ്ടായിരുന്ന ആ കുഞ്ഞു സങ്കടം പോലും ആ ചുംബനത്തിലൂടെ പെണ്ണ് മായ്ച്ചു കളഞ്ഞു.
നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയാലോ നന്ദേട്ടാ? എന്തോ ഓർത്തതുപോലെ വിടർന്ന മിഴികളോടെ അവൾ ചോദിക്കുമ്പോൾ അടക്കാനാവാത്ത പ്രണയത്തോടെ ഉറ്റുനോക്കിയവൻ ഭദ്രയുടെ കവളുകൾ ചുവന്നുപോയി. ഹൃദയം തുളച്ചു കയറുന്ന ആ നോട്ടം പോലും തന്നെ അത്രയും വിവശയാക്കുന്നത് പോലെ. എന്നിങ്ങനെ നോക്കല്ലേ നന്ദേട്ടാ, ഒന്ന് ചിണുങ്ങി പറഞ്ഞിട്ട് ഒരു കൈയല്ല അവൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചവൾ. ഉറക്കെ ചിരിച്ചു പോയിരുന്നു നന്ദൻ. ആ ചിരിയിൽ മനസ്സ് നിറഞ്ഞുകൊണ്ട് അവളും. ചെല്, കുളിച്ച് സുന്ദരിയായിട്ട് വാ എൻ്റെ പെണ്ണ്, നമുക്ക് പോയിട്ട് വരാം. കുറച്ച് സമയത്തിന് ശേഷം നന്ദൻ അത് പറഞ്ഞതും വിടർന്ന മിഴികളോടെ തലയാട്ടി സമ്മതം അറിയിച്ചവൾ. അങ്കിൾ അന്വേഷിക്കാൻ പറഞ്ഞ ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. മുന്നിലെ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് സാം പറഞ്ഞതും ജേക്കബിൻ്റെ മിഴികൾ ഒന്ന് വിടർന്നു. ആൽഫിയുടെ മമ്മയുടെ അനിയത്തിയുടെ മകനാണ് സാം. ആളൊരു SI ആണ്. അതുകൊണ്ട് തന്നെയാണ് ദേവൻ്റെ ഫോട്ടോയും കൊടുത്ത് അവനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചതും. ആണോടാ എൻ്റെ അന്ന? അവള് ആദ്യം തന്നെ അയാളിൽ നിന്നും ഉതിർന്ന ചോദ്യം പോലും അതാണ്. അതിന് എന്ത് മറുപടി നൽകണമെന്ന് സാമിനും അറിയാതെയായി. പെങ്ങളിപ്പോൾ ജീവനോടെ ഇല്ലെന്ന് അവളെ ഒരു നോക്ക് കണ്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഒരിക്കലും സഹിക്കില്ലെന്ന് സാമിനും ഉറപ്പാണ്. സാം, ജേക്കബ് വീണ്ടും വിളിച്ചതും ദീർഘമായി എന്ന് നിശ്വസിച്ചുകൊണ്ട് അയാളെ നോക്കിയവൻ. അങ്കിൾ, ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എന്താടാ? ഒരു വാക്കിൽ തന്നെ ജേക്കബിൻ്റെ ഹൃദയമെടുപ്പ് ഉയർന്നു. അരുതാത്തതെന്തോ ആണ് സാമിന് പറയാനുള്ളതെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. അന്നാൻ്റെ ജീവനോടെ ഇല്ല അങ്കിൾ. ഒട്ടൊരു നിമിഷത്തിന് ശേഷം സാം പറഞ്ഞു നിർത്തിയതും ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് തറഞ്ഞിരുന്നു പോയി അയാൾ. കസവിൻ്റെ സെറ്റ് സാരി ഭംഗിയായി ഞൊറിഞ്ഞു കൊടുത്തുകൊണ്ട് അവൾ മുടിയിഴകൾ കുളിപ്പിന്നൽ കെട്ടി. കണ്ണുകൾ പതിവ് പോലെ കടുപ്പിച്ചെഴുതി നെറ്റിയിൽ കുഞ്ഞൊരു ചുവന്ന പൊട്ടും നെറുകയിലായി സിന്ദൂരവും തൊട്ടു. അമ്പലത്തിൽ പോണു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ മുല്ലപ്പൂ കൂടി കെട്ടിക്കൊടുത്തിരുന്നു അവൾക്ക്. അതുകൂടി മുടിയിൽ ചൂടിയതും പെണ്ണിൻ്റെ ഒരുക്കം പൂർത്തിയായി. സാരത്തെമ്പ് ഒതുക്കി പിടിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നും തിരിഞ്ഞതും നനപൂർന്ന അവൻ്റെ നഗ്നമായ നെഞ്ചിലായി ഇടിച്ചു നിന്നവൾ നെറുകയിൽ തൊട്ട് സിന്ദൂരം നന്ദരം നെഞ്ചിലായി പതിഞ്ഞു. കുളിച്ച് ഒരു ടർക്കിയും എടുത്ത് ഈറനോടെ വന്ന് നിൽപ്പാണവൻ. ഞാൻ പേടിച്ചു പോയി നന്ദേട്ടാ. പതിയെ കൈ ചുരുട്ടി നെഞ്ചിൽ ഒരിടി കൊടുത്തുകൊണ്ട് പെണ്ണ് പരിഭവിച്ചിട്ടും ഇമച്ചിമ്മതെ അവളെ നോക്കുന്നതേയുള്ളൂ നന്ദൻ. ചെക്കൻ്റെ അനക്കമൊന്നും കാണാതെ വന്നത് മുഖമുയർത്തി നോക്കിയ ഭദ്രയുടെ മുഖവും ചുവന്ന് തൊടുത്തുപോയി. കണ്ണിൽ ഒരു കടലോളം പ്രണയം നിറച്ചു തന്നെ നോക്കുന്നവൻ. അവന് മുന്നിൽ അധിക നേരം അങ്ങനെ നിൽക്കാനാവില്ലെന്ന ബോധ്യത്തിൽ വഴി മാറിപ്പോകാൻ തുടങ്ങിയതും ഒരു കൈയല്ല അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടവൻ. പിടഞ്ഞു പോയവൾ മിഴികളൊന്ന് ഉയർത്തി നോക്കാൻ പോലും ആവാത്തൊരു നാണം തന്നെ വന്ന് പൊതിയുന്നത് അവൾ അറിഞ്ഞു. നന്ദൻ ഈ ലോകത്തൊന്നുമല്ലായിരുന്നു. മുന്നിൽ നിൽക്കുന്ന തൻ്റെ പ്രണയത്തെ മാത്രമേ അവൻ കാണുന്നു പോലുമുള്ളൂ. അവളുടെ നാണവും പിടച്ചിലുമെല്ലാം തന്നെ അത്രമേൽ മോഹിപ്പിക്കുന്നത് അവൻ അറിഞ്ഞു. കൊതിയോടെ വിറയ്ക്കുന്ന അവളുടെ അധരങ്ങളെ പുൽകാനായി അവൻ മുന്നോട്ടാഞ്ഞതും കൈവച്ച് അവൻ്റെ ചുണ്ടിനെ തടഞ്ഞവൾ. നിരാശയും പരിഭവവും നിറയുന്ന മിഴികൾ കൊണ്ടുള്ള നോട്ടം. ഭദ്രയുടെ അധരങ്ങളിൽ നിന്ന് നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്താടി? പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് എടുത്തു മാറ്റി അവൻ ചോദിച്ചതും കണ്ണു കുറിപ്പിച്ചു നോക്കി ഭദ്ര. അമ്പലത്തിൽ പോവാനുള്ളതല്ലേ? ഗൗരവത്തിൽ പറയുന്നവളെ പല്ല് കടിച്ച് നോക്കിയവൻ. അതിനെന്താ? അവിടുന്ന് തിരിച്ച് ഒരു ചോദ്യമായിരുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ ഇതൊന്നും പാടില്ലെന്ന് അറിയില്ലേ? പൂരിക്കും ഒന്ന് പൊക്കി കണ്ണുകൾ കുറുക്കിക്കൊണ്ട് വീണ്ടും മറു ചോദ്യമായിരുന്നു അവളിൽ. സോ വാട്ട്? നമ്മൾ പോകുന്നത് ശിവപാർവതി ക്ഷേത്രത്തിലേക്കാ. പെർഫെക്റ്റ് കപ്പിൾസിൻ്റെ അടുത്തേക്ക്. അവർക്ക് മനസ്സിലാകും എന്നെ. കാര്യമായി തന്നെ പറഞ്ഞിട്ട് വീണ്ടും അടുത്തേക്ക് വരുന്നവനെ കണ്ണും മേശം നോക്കി ഇന്ന് പോയി അവൾ. എന്താന്ന്? എന്ത്? അല്ല, ഇപ്പം പറഞ്ഞത് എന്താന്ന്? പറഞ്ഞതല്ല പൊനെ, പ്രവർത്തിക്കാൻ പോവുമല്ലേ നന്ദേട്ടൻ. കള്ളച്ചിരിയുടെ പറഞ്ഞിട്ട് പെണ്ണിനെ വീണ്ടും നെഞ്ചിലേക്ക് ഇട്ട് മുറുക്കെ പുണർന്നവൻ കൊതിരി മാറി നോക്കുന്നവളെ ഒന്നുകൂടി അടക്കി പിടിച്ചതേയുള്ളൂ നന്ദൻ. നിന്നെ വല്ലാത്ത സുഗന്ധമാണ് ഭദ്രേ, എന്നെ മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധം. പെണ്ണിൻ്റെ കഴുത്തിലായി മുഖം ചേർത്ത് വെച്ച് അവളുടെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും മിഴികൾ ഇറക്കി അടച്ച് കളഞ്ഞവൾ. നേർത്തൊരു പുഞ്ചിരിയുടെ നന്ദൻ മുഖം ഉയർത്തിക്കൊണ്ട് പെണ്ണിനെ അടഞ്ഞ മിഴികളിൽ ചുണ്ടു ചേർത്ത് മുത്തി. ഭദ്രയുടെ വിരലുകൾ നഗ്നമായി അവൻ്റെ പുറത്ത് ആഴ്ന്നു. വിടർന്ന പനിനീർപ്പൂവ് പോലുള്ള അവളുടെ കുഞ്ഞുമുഖം. അവയുടെ ഓരോ കോണിലുമായി നന്ദൻ ചുണ്ടു ചേർത്ത് ചുംബിച്ചു. പതിയെ ഒരു തൂവൽ കൊണ്ട് അവളെ തഴുകുന്ന പോലെ. നെറുകയിൽ കുഴഞ്ഞിട്ട സിന്ദൂരത്തിൻ്റെ ചുവപ്പ് തന്നെയായിരുന്നു അവളുടെ മുഖത്തിനും ആ നിമിഷം. നീ എന്നെ ഒത്തിരി കൊതിപ്പിക്കുവോ ഭദ്രേ? ഒത്തിരി ഒത്തിരി. പതിയെ കാതുരം മൊഴിയുന്ന അവൻ്റെ വാക്കുകൾ. അടങ്ങാത്ത പ്രണയം തോന്നിപ്പോയി ഭദ്രയ്ക്ക്. അവനിലെ പ്രണയസാഗരത്തിൽ മുങ്ങിത്താഴാനുള്ള മോഹം. മതി, ഇനി നിന്നാൽ എൻ്റെ കൈവിട്ടു പോകും. ഒരിക്കൽ കൂടി അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറിയവൻ ഭദ്ര നിന്ന നിൽപ്പിൽ തന്നെ തുടർന്നു. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ കാലുകൾക്ക് വിലങ്ങ് വീണതുപോലെ.
തുടികൊട്ടി ഉയരുന്ന ഹൃദയം അത്രമേൽ അതിൻ്റെ ഇണയെ മോഹിക്കുന്ന പോലെ. ബെഡിലായി ഭദ്ര എടുത്തു വെച്ച് ഷർട്ടെടുത്ത് അണിഞ്ഞ് ബട്ടൺസ് ഇട്ടുകൊണ്ടിരിക്കുന്നവനെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ പുറത്തെ മുഖം അമർത്തി വെച്ചവൾ. പെട്ടെന്നുള്ള പെണ്ണിൻ്റെ ആ പ്രവൃത്തിയിൽ നന്ദനം ഒന്ന് ഞെട്ടി. പതിയെ അവനിൽ നിന്നും ഒരു പുഞ്ചിരി വീരിഞ്ഞു. ഭദ്രേ, എന്തു പറ്റി? അറിയില്ല ശരിക്കും. എനിക്കിങ്ങനെ അകന്നു നിൽക്കാൻ പറ്റുന്നില്ല നന്ദേട്ടാ. ശ്വാസം മുട്ടുന്നു. എപ്പോഴും നന്ദേട്ടൻ്റെ നെഞ്ചിൽ ഈ ഗന്ധത്തിൽ ചേർന്ന് നിന്നാൽ മതിയെന്ന് തോന്നുന്നു. പ്രണയമാണോ എൻ്റെ ഭദ്രയ്ക്ക്? ഭ്രാന്താണെന്ന് തോന്നുന്നു. നേർത്തു പോയുള്ള ശബ്ദം. രണ്ടുപേരും ഒരുപോലെ പതിയെ പുഞ്ചിരിച്ചു. പ്രണയം അതിൻ്റെ തീവ്രതയിൽ എത്തി നിൽക്കുന്നത് ഇരുവരും അറിയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ അവളിലും ഏറെ സന്തോഷിക്കുന്നത് അവനാകും. തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പ്രണയിച്ചവനാണ്. കയ്യെത്തും ദൂരത്തു ഒരിക്കൽ പൂർണ്ണമായും അവനെ തളർത്തിക്കെടുത്തി വീണ്ടും നഷ്ടമാക്കിയതാണ്. അവിടെ നിന്നെല്ലാം തിരികെ ലഭിച്ചതാണ് അവളെ, അനന്തൻ്റെ പ്രണയത്തെ, അവൻ്റെ സ്വന്തം ഭദ്രയെ.